ഹലോ, ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തീൻ്റെ റെസിപ്പി കണ്ടു നോക്കാട്ടോ. അപ്പോൾ ബീട്രൂട്ടൊക്കെ വേവിച്ച് കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ രീതിയിലൊന്ന് ചെയ്തിട്ട് കൊടുക്കണം, അവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ ബീട്രൂട്ടിൻ്റെ. പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത ബീട്രൂട്ട് കഷ്ണങ്ങൾ നമ്മൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളിതിലേക്ക് ഒരു 3-4 അല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന പോലെ തന്നെ അരച്ചെടുത്തിട്ട് ഈ ടൈമിൽ കുറച്ചൊരു വിനാഗിരി ചേർത്ത് കൊടുക്കട്ടോ. നമുക്ക് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.